മച്ചമരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയുഗത്തിന്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഭ്രമയുഗം പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം 1,20,00,000 രൂപയ്ക്ക് മുകളിൽ നേടിയിരുന്നു. ഇപ്പോൾ ട്രാക്ഡ് കളക്ഷൻസ് വരുമ്പോൾ ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 734 ഷോകളിൽ നിന്ന് 55% ഒക്യുപ്പൻസിയിൽ 1,81,00,000 രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് സിനിമയുടെ ടോട്ടൽ ആയിട്ടുള്ള ട്രാക്ഡ് കളക്ഷൻസ് 3,02,00,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്ന് ഫൈനൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഒരു പക്ഷേ 3,4-3.5 കോടിയായിരിക്കാം ഈ സിനിമയുടെ ആ റേഞ്ചിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് ട്രാക്ഡ് കളക്ഷൻസ്. അത് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും 3 കോടി ട്രാക്ഡ് കളക്ഷൻസ് വരുമ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും 4 കോടിക്ക് മുകളിലേക്ക് എത്താനുള്ള ചാൻസ് ഏറെയാണ്. കേരള കളക്ഷൻ 200 തിയേറ്ററുകളിൽ മാത്രം ഇറങ്ങിയ ഈ ഒരു സിനിമ റെക്കോർഡ് തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു സംശയം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഈ സിനിമയ്ക്ക് ആൾ കയറുമോ എന്നുള്ളതാണ്. പക്ഷേ ഉറപ്പായിരുന്നു ജനങ്ങൾക്ക് ഇത് മികച്ച സിനിമയായിരിക്കും, മികച്ച പ്രകടനമുള്ള സിനിമയായിരിക്കും. കാരണം ഇതിൽ അഭിനയിക്കുന്ന നടൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. മമ്മൂട്ടി അങ്ങനെ ഒരു സിനിമ ചൂസ് ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ എന്തെങ്കിലും ഉള്ള വർക്കേ അദ്ദേഹം പിടിക്കുമെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനിടയിൽ ചില ഡിഗ്രേഡുകൾ കുഞ്ഞുങ്ങൾ ശക്തമായ ഡീഗ്രേഡിങ് തുടങ്ങി കരഞ്ഞ് കൂവി മൂക്കളെ ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഒരു രക്ഷയുമില്ലാതെ വന്നു. അപ്പോൾ അവർ നേരെ കയറി മാറ്റിപ്പിടിക്കുന്നു, ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ മലൈക്കോട്ടെ വാലിബനുമൊത്ത് എത്തുമോ എന്നുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് കളക്ഷൻ കിട്ടി അവസാനിച്ച സിനിമയെ എന്തിനിതുമായിട്ട് കമ്പയർ ചെയ്യുന്നു? കാരണം ഈ സിനിമ ആ റേഞ്ചിലാണ്. 60-65 കോടി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു, 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന സിനിമ 10-20 കോടി നേടിയപ്പോൾ ഇവിടെ 25 കോടിയിൽ വന്ന ഒരു സിനിമയാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് അതിൻ്റെ 4/1 കളക്ഷൻ നേടിയാൽ ആ സിനിമയ്ക്ക് മുകളിലെത്തും എന്നുള്ളത് ഉറപ്പുള്ള ഒരു സിനിമയാണ്. ഒരു അവസാന ശ്രമം എന്ന് പറഞ്ഞ പോലെ ഡിഗ്രേഡോളികൾ അതിനകത്തിലേക്ക് പിടിക്കുന്നു. ഇനി മറ്റ് ഡിഗ്രേഡോളികൾ ഇത് പറയുന്നു, ഇത് 25 കോടിയുള്ള സിനിമയാണ്, അത് വിജയിക്കണമെങ്കിൽ 75 കോടി, അതായത് എങ്ങുമില്ലാത്ത ഒരു കണക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ചില സിനിമകൾ 65 കോടിയുള്ള സിനിമ 6.5 കോടി നേടിയാൽ അവർക്ക് ബമ്പർ ഹിറ്റാണ്. അതുപോലും തികയ്ക്കാൻ അവർക്ക് അവരുടെ ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൽ അഭിനയിക്കുന്ന നടൻ്റെ കുഴപ്പമൊന്നുമല്ല, ഇങ്ങനെയുള്ള വൃത്തികെട്ടന്മാർ ഫാൻസായിട്ടുള്ള ഏത് നടൻ്റെയും ഗതികേട് എന്ന് തന്നെ പറയാം. എന്തായാലും അതിൽ നമ്മൾ ശക്തമായി അപലപിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇവിടെ റെക്കോർഡ് തൂക്കുകയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് അമ്മാതിരി കളക്ഷനാണ് വരുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 3.5-4 കോടി കിട്ടുമെങ്കിൽ GCCയിൽ നിന്നും ആ റേഞ്ചിലേക്ക് തന്നെ വരും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലും മികച്ച കളക്ഷൻ തന്നെയാണ്. ഒരു പക്ഷേ 10 കോടിയൊക്കെ വന്നാൽ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ 10 കോടിയൊന്നും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 7 കോടിയൊക്കെ കിട്ടിയാൽ തന്നെ ഈ സിനിമ അതിഗംഭീരമെന്ന് തന്നെ പറയാം. എന്തായാലും നാളെ അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക്